കോഡ് ആംഗിൾ ആൻഡ് ആർക്ക്. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ദ നമ്പേഴ്സ് 1, 4, 8 ഓൺ എ ക്ലോക്ക്സ് ഫേസ് ആർ ജോയിൻഡ് ടു make a triangle. Calculate the angles of this triangle. How many equilateral triangles can we make by joining numbers on the clock's face? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 1, 4, 8 ഇത് കണക്ട് ചെയ്തുകൊണ്ടൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് എങ്കിൽ ഇതിലെ എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഞാനിതിനെ സെൻറ്ററുമായി കണക്ട് ചെയ്തുകൊണ്ട് 3 ട്രയാങ്കിളുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് മുമ്പ് ആദ്യം ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ടോട്ടൽ മെഷർ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഡിവൈഡ് ബൈ 12 എത്ര കിട്ടും? 30 ഡിഗ്രി. 360 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 ഡിഗ്രി കിട്ടും. നോക്കൂ, ഞാൻ റീഡ്രാ ചെയ്ത ഫിഗർ ഒന്ന് നോക്കുക. ഇതിനെ 3 ആംഗിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഈ ഓരോ മണിക്കൂറും എന്ന് പറയുന്നത് 30 ഡിഗ്രി ആംഗിൾസാണ്. ഓരോ മണിക്കൂറും 30 ഡിഗ്രി ആംഗിൾസാണ്. അപ്പോൾ ഇവിടെ ഞാനിതിന് പേര് കൊടുക്കാം എ ബി സി. ബി മുതൽ സി വരെ എത്രയുണ്ട്? 1, 2, 3 അല്ലേ? 3 ഈക്വൽ പാർട്സ്, അതായത് 1 മുതൽ 2 വരെ 30, 2 മുതൽ 3 വരെ 30, 3 മുതൽ 4 വരെ 30. അപ്പോൾ നമുക്ക് ഈ ആംഗിളിൻ്റെ മെഷർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? 30 × 3. 30 × 3, 30 ഡിഗ്രി × 3, 90 ഡിഗ്രിയാണ്. അടുത്ത് നോക്കൂ, എ ടു സി വരെ 8 to 7 1, 7 to 6 2, 6 to 5 3, 5 to 4 4. 4 30 × 30 ഡിഗ്രി × 4 ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. 120 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത് നോക്കിയോ, എ ടു ബി. എ ടു ബിയിൽ എത്രയുണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 30 ഡിഗ്രി × 5. 30 ഡിഗ്രി × 5 എത്രയാണ്? 150 ഡിഗ്രി. 150 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 150 ഡിഗ്രി. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏത്? സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിന് ഓപ്പോസിറ്റ് വരുന്ന ഏതാങ്കിള്? ഓൺ ദ സർക്കിളിലെ ആംഗിൾ അല്ലേ? സെൻറ്ററിൽ വരുന്ന ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഓൺ ദ സർക്കിളിലെ ആംഗിൾ അതിൻ്റെ ഹാഫ് ആയിരിക്കുമെന്നാണ് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ 150 എ ഒ ബി 150 ആണെങ്കിൽ എ സി ബി ഹാഫ് 150 ആയിരിക്കും. എ ഒ ബി ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. Therefore, angle ACB is equal to half angle AOB. That means 150 × 1/2. 150 × 1/2 എത്രയാണ്? 75 ഡിഗ്രി. 75 ഡിഗ്രി. അടുത്ത് നോക്കൂ, ആംഗിൾ എ ഒ സി. AOC is equal to 120 degree. Therefore,
ആംഗിൾ എ ബി സി is equal to half angle AOC. That is equal to 120 degree into 1/2. That is a 60 degree. അടുത്ത ആംഗിൾ BOC is equal to എത്രയാണ് 90 degree. Therefore angle BOC that is equal to 90 degree into 1/2. That means 45 degree. നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും. 60 ഡിഗ്രി ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ വരുന്ന ആംഗിൾ അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. 60 ഡിഗ്രി ആണെങ്കിൽ സെൻറ്റർ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പാർട്ട് വേണം, ഇവിടെ എത്ര ആംഗിൾസ് വേണമെന്ന് കണ്ടുപിടിക്കാൻ 360 divided by 120. 360 divided by 120. അതായത് ഇവിടെ 3 സെൻറ്റർ ആംഗിൾസ് ഫോം ആവും. 3 120 ഡിഗ്രിയിലെ സെൻറ്റർ ആംഗിൾസ് ഫോം ആവും. 120 ഡിഗ്രി 120 ഡിഗ്രി. നോക്കൂ, ഇതിനെ ഇനി 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 120 ഡിവൈഡ് ബൈ 30 അല്ലേ, എത്ര കിട്ടും? 4. അതായത് ഇവിടെ 4 എണ്ണം വരണം. 1 2 3 4 1 2 3 4 1 2 3 4 1 5 9 1 5. അതുപോലെ 10 2 6 10 2 6. അതുപോലെ 11 3 7 11 3 7. അടുത്ത 12 4 8 12 4 8. അങ്ങനെ 4 സെറ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാം.